ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. ഈ T47 ഇനി ഒന്ന് കേറാൻ വേണ്ടിയിട്ട് ഇരുന്നവന്മാര് ആദ്യം കേറാൻ ഇരുന്നത് നമ്മുടെ ഷെമീറിന്റെ ഗ്യാങ്ങിലാണ്. ഷെമീർ ഒരു ഗ്യാങ് തുടങ്ങാൻ പോവായിരുന്നു. നിങ്ങൾക്ക് അറിയാത്ത സത്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇനി പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേട്ടോ. ഷെമീർ ഒരു ഗ്യാങ് തുടങ്ങുകയാണ്. അതായത് MRCയെ തല്ലാൻ വേണ്ടിയിട്ട് ഷെമീറിന് ഒരു ഗ്യാങ് തുടങ്ങണം. ഈ ഷെമീറിന്റെ ഗ്യാങ്ങിലോട്ട് പോകാനിരുന്ന കുറച്ച് പേരുണ്ട്. കൊച്ചാപ്പി ആയിരുന്നു അവിടുത്തെ കപ്പിത്താൻ. കൊച്ചാപ്പി നേരെ എന്നിട്ട് T47 വില്ലി മാക്സിനെ വിളിച്ചിട്ട് ഈ ഗ്യാങ്ങിലോട്ട് കയറാൻ. ഇത് നിങ്ങളുടെ അമ്പിയണ്ണ അറിയുന്നത് പോലും ഞങ്ങളുടെ വാവുണ്ട. ഇതാരനകത്ത് കേൾക്കുന്നത്? എന്റെ അകത്തൊന്നുമല്ല. ഇത് നിന്റെ അമ്പിയണ്ണനൊക്കെ അറിയുന്നത് പോലും ഞങ്ങൾ പറയുമ്പോഴാ, മനസ്സിലായ? അന്നേരം നിന്റെ അമ്പിയണ്ണൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നിന്റെ അമ്പിയണ്ണൻ പോയിട്ട് T47 പ്ലേയേഴ്സിനെ വിളിച്ചിട്ട് ആദ്യം ദാമുവിനെ ഇവരെയാണ് വിളിച്ചത്. അപ്പൊ ദാമു പറഞ്ഞ് എനിക്ക് കംഫർട്ടബിൾ ആവണമെങ്കിൽ ഇങ്ങനെ കുറച്ച് പ്ലേയേഴ്സിനെ വേണം എന്ന് പറഞ്ഞിട്ട് ഇവരെ എല്ലാം വിളിച്ചു വരുത്തി. എടാ ഇതാരടാ ഇത് ചെയ്യുന്നേ? ഇവരെല്ലാം വിളിച്ചു വരുത്തിയിട്ട് ഇവിടുത്തെ ഓക്സി ഓരോരുത്തരെയും വിളിച്ചിട്ട് വീട് വെച്ച് തരാം, പഞ്ചായത്തിൽ കരമടച്ചു തരാം, മറ്റേ മാസം ബില്ലടച്ചു തരാം എന്നൊക്കെ പറഞ്ഞ് ഓരോ പല കാര്യങ്ങൾ. ഇത് അമ്പിയോട് ചോദിച്ചപ്പോൾ അമ്പിക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞ്. അമ്പിക്ക് വേണ്ടി റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് നിന്നത് ഫ്ലഫിയാണ്. ഇതെല്ലാവരുടെ പോയി പറഞ്ഞ് അത് തരാം ഇത് തരാം, നിങ്ങൾ ഇവിടെ വാ അവിടെ വാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇതാക്കി സെറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇവർക്ക് 3 സ്ലോട്ടോ 4 സ്ലോട്ടോ എന്തോ ഉള്ളായിരുന്നു ബാക്കി. ഈ 4 സ്ലോട്ട് ബാക്കിയുള്ള സമയത്ത് ഈ 4 സ്ലോട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ആളെ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസം നിങ്ങളുടെ റാൻഡമായിട്ട് നിങ്ങളുടെ അമ്പിയണ്ണ എന്നെ വിളിച്ചിട്ട് പറയുവാണ്, ഈഗിൾ അന്ന് എന്നോട് പറഞ്ഞില്ലായിരുന്നു HFലെ മറ്റേ ഇവന്മാരെ എടുത്ത് അനുഭവിക്കും, അതുകൊണ്ട് ഈ വട്ടം ഞങ്ങളെല്ലാം സൂക്ഷിച്ച് ചെയ്യുന്നുള്ളൂ, ഇതെല്ലാം നമ്മൾ ഇതാക്കിയിട്ടേ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഈ വട്ടം ഞാൻ കഴിഞ്ഞ വട്ടം കാണിച്ച മണ്ടത്തരം കാണിക്കത്തില്ല, ഞങ്ങൾ കുറച്ച് പേരേ ഉള്ളൂ, എന്നാൽ കുറച്ച് സ്ലോട്ട് ഫില്ല് ചെയ്യാം എന്ന് വിചാരിച്ച് ഞങ്ങളൊരു 3-4 സ്ലോട്ടേ എടുക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് 3 റിക്രൂട്ട്മെന്റ് എടുക്കാം എന്നുള്ള പ്ലാനിലായിരുന്നു ഇരുന്നത്. ഈ 3 റിക്രൂട്ട്മെന്റിൽ ഒരെണ്ണം ദാമു, ഒരെണ്ണം അങ്ങനെ അവരിലെ T47 2-3 പേരും. ദാമു എനിക്ക് തോന്നുന്നു മറ്റേ ഒസാക്കിയോ അവനൊക്കെയാന്ന് തോന്നുന്നു ഉണ്ടായിരുന്നു. ഈ ഉണ്ടായിരുന്ന സമയത്ത് ദാമു വന്നിട്ട് പറഞ്ഞ് നമ്മുടെ കൂട്ടത്തിൽ കുറച്ച് പിള്ളേരുണ്ട്, അവരെ എല്ലാവരും കൂടെ വിളിച്ചുകൊണ്ട് വന്നാൽ അടിപൊളിയാവൂ എന്ന് പറഞ്ഞിട്ട് KVL കയറിയ പ്ലെയർ. അതും ഞാൻ നിങ്ങൾക്ക് വേറൊരു പ്രൂഫ് ഞാൻ ഇതൊന്നും ഇവന്മാർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നാളെ ലൈവിൽ വന്ന് ഞാൻ കാണിക്കൂ. ഇത് T47 കളിച്ച KVക്ക് വേണ്ടിയിട്ട് KVL ഇരുന്ന സമയത്ത് കളിച്ചുകൊണ്ടിരുന്ന T47 പ്ലെയർ. അവന് ഒരാൾ മെസ്സേജ് അയച്ചപ്പം അവനോട് പറയുക, എടാ നിങ്ങൾ ഈ കാണിക്കുന്ന ഊമ്പിത്തരമല്ലേ എന്ന് ചോദിച്ചപ്പോൾ അവൻ പറയുക, പിന്നെ KVA എന്റെ ഗ്യാങ് ആണല്ലോ, T47 ഇറങ്ങിയിട്ട് ഞാൻ വിഷമിച്ചിട്ടില്ല, പിന്നല്ലേ KVA എന്ന്. KVA കളിച്ചുകൊണ്ടിരിക്കുമ്പോ പേരെനിക്കറിയാം, ഒസാക്കിയാണോ എനിക്ക് പേരറിയത്തില്ല, പേര് എനിക്ക് ഓർമ്മയില്ല, സത്യം പറയാം. അവനല്ല ഈ പറഞ്ഞ വേറൊരുത്തന. ഇത് KVക്കകത്ത് കയറിയ ഒരു T47 പ്ലെയർ ഒരാളെടുത്ത് പറഞ്ഞ, പിന്നെ KVA എന്റെ ഗ്യാങ് ആണല്ലോ, ഇവന്മാരെ എനിക്ക് ഊമ്പിക്കാൻ ഒരു ഇതും ഇല്ല എന്നുള്ള രീതിയിൽ മെസ്സേജ് അയച്ചത് എൻ്റെ ഉണ്ട്. ഈ മെസ്സേജ് അയച്ചിട്ട് ഇവന്മാര് അടുത്ത ദിവസം നേരെ ദാമുവിന്റെ വാക്കും കേട്ടോണ്ട്, ദാമു ഇവരെല്ലാം പറയണ കേട്ടോണ്ട് KVA ഊമ്പിച്ച് ഒസാക്കിയെന്നല്ല വേറെ ഓയിൽ തുടങ്ങുന്ന വേറൊരു പേരുണ്ടല്ലോടാ, ഓവൻ. അതിനേക്കാൾ വലിയ കോമഡി ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. അതിനേക്കാൾ നല്ല കോമഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. TVL അസൻസിയോ റിക്രൂട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഓവനെയും അസൻസിയോ ഒരുമിച്ച് റിക്രൂട്ട് ചെയ്യാമെന്നായിരുന്നു പ്ലാൻ. അതായത് നീൽ പറഞ്ഞു നമുക്ക് ഇവനെ എടുക്കാം, അസൻസിയോ എടുക്കാന്ന്. അപ്പൊ അസൻസിയോ പറഞ്ഞു അസൻസിയോ ഓവനുമാണ് കറന്റ് എങ്ങും കയറാത്തത്, അപ്പൊ നമ്മൾ അസൻസിയോ ഓവനെ ഒരുമിച്ച് എടുക്കാന്നുള്ള രീതിയിലായിരുന്നു ഇരുന്നത്. അപ്പൊ ഓവനോട് നമ്മൾ വിളിച്ചിട്ട് നമ്മൾ ഇത്രേ പറഞ്ഞുള്ളൂ, TVL ഓപ്പർച്യൂണിറ്റി ഉണ്ട്, നിങ്ങളുടെ കൂട്ടത്തിലുള്ള നീലിത അവനിപ്പോ സ്ട്രീമൊക്കെ ചെയ്ത് സെറ്റായി അവന്റെ കാര്യങ്ങളൊക്കെ ഇത് മാത്രമേ നമുക്ക് തരാൻ പറ്റുള്ളൂ, അതായത് PC ഒന്നും വാങ്ങിച്ചു തരാൻ നമുക്ക് പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഈ ഓവൻ എന്ന് പറയുന്നവൻ എൻ്റെ അടുത്ത് പറയാ, ബ്രോ ഞാൻ ആലോചിച്ചിട്ട് പറയാന്ന് പറഞ്ഞിട്ട് പോയിട്ട് രാത്രി പറഞ്ഞു ഞാൻ KVA കയറോ, എന്റെ ഫ്രണ്ട്സ് എല്ലാം അവിടെയാണ്. ഞാൻ പറഞ്ഞു ഓക്കെ KVA അല്ല, നമുക്ക് പ്രശ്നമില്ല KVA കയറിക്കോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് അത് ഒഴിവാക്കി ഇതാക്കി. KVA വലിയ കാര്യത്തെ മാസമായിട്ട് ഇവന്മാരുടെ റിക്രൂട്ട്മെന്റ് ഒക്കെ വലിയ കാര്യത്തിൽ പ്ലാൻ ചെയ്ത് അടിപൊളിയാക്കി സെറ്റാക്കി കൊണ്ടുവന്നപ്പം അടുത്ത ദിവസം വന്നിട്ട് ഇവൻ എന്നോട് പറയുക, ബ്രോ എനിക്ക് TVA കയറണമെന്ന്. ഞാൻ പറഞ്ഞ് എടാ അത് വെറും ഊമ്പിത്തരമാണ് നമ്മൾ ചെയ്യാൻ പോണത്,
KVയിൽ റിക്രൂട്ട് ചെയ്ത ഒരു പ്ലെയറിനെ അടുത്ത ദിവസം നമ്മൾ കൊണ്ടുവന്ന് തിരിച്ച് TVയിൽ റിക്രൂട്ട് ചെയ്യുക പറഞ്ഞാൽ അതൊരു പോക്കൃത്തരമായിട്ടാണ് എനിക്ക് തോന്നിയത്. ഞാൻ അന്ന് തന്നെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് നീലിനോട് പറഞ്ഞ് എന്നെ കൊണ്ട് പറ്റൂല, ഞാൻ എടുക്കത്തില്ല, എനിക്ക് താല്പര്യമില്ലെന്ന്. കാരണം ഇവൻ അവിടെ നിന്ന് ചാടി ഇവിടെ വന്നാൽ ഈ കമ്മിറ്റ്മെന്റ് എന്നോട് കാണിക്കുള്ളൂ. അത് അന്നത്തോടെ എനിക്ക് മനസ്സിലായതുകൊണ്ട് ഞാൻ അത് അന്നേ തന്നെ കട്ട് ഓഫ് ചെയ്ത്, എനിക്ക് വേണ്ട, താല്പര്യമില്ല എന്ന് പറഞ്ഞ് അന്നേ ഒഴിവാക്കി വിട്ട്. മനസ്സിലായ? എന്നിട്ട് ഇവന്മാരെ എല്ലാം KVക്കകത്തൊന്നും വലിച്ചിറക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഈ കാര്യം നിങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മനസ്സിലായപ്പോഴത്തേക്കിന് ഞാൻ നേരെ പോയിട്ട് അസൻസിയോട് അടുത്തെല്ലാം സംസാരിച്ച് ഞാൻ നീലിനോട് പറഞ്ഞ്, ഈ വേറൊരു കാര്യമുണ്ട് ഗൈസ്, നീലിന്റെ അടുത്ത് ഞാൻ ഇതിന് ഒരുപാട് വട്ടം മുമ്പ് സംസാരിച്ച ഒരു കാര്യമുണ്ട്. TVയിൽ റിക്രൂട്ട്മെന്റ് ഒരു പയ്യൻ വന്നതിന് ശേഷം നമ്മൾ സാധാരണ റിക്രൂട്ട്മെന്റ് എടുക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് ഒരു മാസമെങ്കിലും അറ്റ്ലീസ്റ്റ് ആൾക്കാർ ഒരു കുറച്ചധികം കമ്മിറ്റ്മെന്റ് കാണിക്കും. ഓക്കെ, സിറ്റുവേഷനിൽ വരാൻ റെഡിയാണ്, അതിന് റെഡിയാണ്, ഇതിന് റെഡിയാണ് എല്ലാം പറയും. പക്ഷെ ഇതങ്ങനെയല്ലായിരുന്നു. ഇവൻ ഗ്യാങ് ഇട്ടാലും ടർഫ് ഇട്ടാലും എന്തിട്ടാലും ഗ്യാങ് വാർ ഇട്ടാലും എന്തിട്ടാലും ഇവന്റെ പേര് ഇവൻ ആഡ് ചെയ്യത്തില്ല. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ അടുത്ത്, ഒരു 9 മണി 8 മണി ആകുമ്പോഴത്തേക്കിനും നമ്മള് ഇതിനകത്ത് ലിസ്റ്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് മാത്രമേ എന്നിട്ട് ഇവന്മാരുടെ കൂട്ടത്തിലുള്ളവർ പറയണമെന്ന് പറഞ്ഞാൽ ഞാൻ അസൻസിയോ അവിടെ പോകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് കിണ്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു എക്സ്ക്യൂസ് പറഞ്ഞു വെച്ചിരുന്നത് ഞാൻ ഇവിടെ മാറ്റി വന്നു. എടാ, ഞാൻ ഇപ്പോഴും പറയാം, ഈ അസൻസിയോ പോലത്തെ ഒരു ഹെഡ് വെയിറ്റ് ഉള്ള ഒരു പ്ലെയർ TVയിൽ വരുവാണെങ്കിൽ അവനിവിടെ കളിക്കേണ്ട ഒരു ആവശ്യവും TVക്ക് അങ്ങനെ ഒരു ഗതി, ഒരു അഡീഷൻ നല്ലതാണെന്ന് ബ്രാവോ ഒരു സജഷൻ പറഞ്ഞതിന്റെ പുറത്ത് മാത്രമാണ് അസൻസിയോ ഇവിടെ ആഡ് ചെയ്തത്. മനസ്സിലായ? ആ റിക്രൂട്ട്മെന്റ്, ഞാൻ ഒരു റിക്രൂട്ട്മെന്റ് പോലും ജീവിതത്തിൽ ഞാൻ വിളിക്കാതിരുന്നിട്ടില്ല. TVയിൽ ഇനി വന്നു പോയ പ്ലേയേഴ്സ് അടക്കം 60-65 പേരുണ്ടെങ്കിൽ പോലും 65 പേരെ ഞാൻ ഇൻവൈറ്റ് ചെയ്തത്, ഞാൻ ആ പേര് വിളിച്ച് കയറ്റിയത്. പക്ഷെ എനിക്ക് ഇവന്റെ കാര്യത്തിൽ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു അന്നേ. ഇവൻ ഇന്നലെ ഈ ഇഷ്യൂ ഉണ്ടായില്ലായിരുന്നെങ്കിൽ അടുത്ത ദിവസം ഇവനെ ഞാൻ കിണ്ടിയേനെ. കാരണം നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ പ്ലേയേഴ്സ് തന്നെ ഇവിടെ ഇരിക്കുന്ന ഈ VCയിൽ ഇരിക്കുന്ന പ്ലേയേഴ്സ് പറഞ്ഞിട്ടില്ലെന്ന് പറയണം. ഈ VCയിൽ ഇരിക്കുന്ന പ്ലേയേഴ്സ് തന്നെ പറഞ്ഞിട്ടുണ്ടാണ്, ഞങ്ങൾക്ക് ഗ്യാങ്ങിന്റെ ഒരു കാര്യം ഓഫ്ലൈനിൽ നിന്ന് ഡിസ്കസ് ചെയ്യാൻ പേടിയുണ്ട്. ഇവൻ വന്നിട്ട് നേരെ ഇവൻ എപ്പോ വന്നാലും വീഡിയോ റെക്കോർഡിംഗ് ഓൺ ആണ്. അതുപോലെ തന്നെ ഇവൻ മൈക്ക് മ്യൂട്ട് ചെയ്തിരിക്കും. ഇവൻ VC ജോയിൻ ചെയ്യുമ്പം സംബഡി ഇൻ യുവർ VC സ്റ്റാർട്ടഡ് റെക്കോർഡിംഗ് എന്ന് പറഞ്ഞുള്ള നോട്ടിഫിക്കേഷനും കാണിക്കും. അതുപോലെ തന്നെ ഇവൻ മൈക്ക് ഓൺ ആക്കത്തില്ല. ഇവർ കുറെ പേര് എൻ്റെ അടുത്ത് മൾട്ടിപ്പിൾ ടൈംസ് ഇതുപോലെ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്കും ഇത് ബാഡായി തുടങ്ങിയതിൻ്റെ അന്ന് ഞാൻ നേരിട്ട് അസൻസിയോട് സംസാരിച്ചിട്ടില്ല അധികം. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഞാൻ ബ്രാവോട് പറഞ്ഞു, ബ്രാവോ ഇതാണ് കേസ്, അവനോട് അവന്റെ കാര്യം ചോദിക്കും. ഇതുപോലെ അവന്മാര് ദാമൊക്കെ തിരിച്ചു വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു, അതുകൊണ്ട് അവന്മാർ തിരിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടുന്ന് ഒരുത്തൻ ഒരാൾ പോത്തില്ലെന്ന് പറഞ്ഞതിന് ശേഷം ഒരാൾ പോയാൽ എനിക്കത് പറ്റത്തില്ല. അതുകൊണ്ട് അവന്റെ അടുത്തൊരു തീരുമാനം പറയണമെന്ന് പറഞ്ഞു. അല്ലാതെ ഇവിടുന്ന് ഇറങ്ങിപ്പോയതല്ല. നീയൊക്കെ മനസ്സിൽ കണ്ട സമയത്ത് ഞാൻ മാനത്ത് കണ്ടിട്ടാണ് ഞാൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടേ. ഇവിടുന്ന് ഇപ്പോഴും കുറെ RX സെന്ററിലെ കുറെ കൊച്ചുകുണ്ടകൾ ഇപ്പോഴും പറയണമെന്ന് പറഞ്ഞാൽ അവര് പർച്ചേസ് ചെയ്തെന്നാ. ഇത് എനിക്ക് ഓൾറെഡി അറിയാവുന്നതിന്റെ അന്ന് തന്നെ ഞാൻ ഇവിടുന്ന് ഇവനെ കിക്ക് ചെയ്യുക ചെയ്തത്. ഞാൻ പറഞ്ഞു 7 മണിക്കുള്ളിൽ നിന്റെ ഡിസിഷൻ പറഞ്ഞോണം, പറഞ്ഞില്ലെങ്കിൽ നീ TVക്ക് പുറത്താണ് എന്ന് ഞാൻ പറഞ്ഞ് ഞാനായിട്ട് ഇവനെ എടുത്ത് കളഞ്ഞതാ TVക്കകത്ത് തോന്നുന്നു. മനസ്സിലായ? 7 മണി ആയപ്പോഴത്തേക്കിന് ഞാൻ എടുത്ത് പറഞ്ഞു എനിക്ക് 10 മണി വരെ സമയം വേണമെന്ന്. അങ്ങനെ 9:50 വരെ നമ്മൾ വെയിറ്റ് ചെയ്ത്. ആ സമയത്താണ് നമ്മൾ ഈ ഡിസിഷൻ ഇടുന്നത് പോലും. അല്ല, ഞാൻ ഇത്രയും നാൾ എന്തെങ്കിലും ഹേറ്റ് പറഞ്ഞു ഗൈസ്? ഞാൻ ഇത്രയും നാള് ഒന്നും പറഞ്ഞില്ല. അവന് ഇഷ്ടമുള്ള ഗ്യാങ്ങിൽ പോയി കളിച്ചോട്ടെ എന്നേ ഞാൻ മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷെ ഇറങ്ങിയതിന്റെ അന്ന് ഇവൻ പോയിട്ട് അപ്പുറത്ത് പോയിട്ട് പറയുക, ഈ കുണ്ണകളെ ഈസി ആയിട്ട് അടിക്കാം, ഇവന്മാര് മറ്റേ ഫെയിം ഉള്ളതുകൊണ്ട് തോക്കുമെന്നുള്ള പേടിയുള്ള കൂട്ടത്തിലാണെന്ന്. നമ്മളോട് തല്ലും മേടിച്ചിരുന്ന CMനോടും മറ്റേ ലവന്മാരോടും തോറ്റിട്ട് പോയ ഗ്യാങ്ങിന്റെ IGയിലായി പറയുന്നത്. റീബിൽഡിന് ശേഷം നമ്മുടെ 7 അയലത്ത് വന്നിട്ടില്ലേ ഇവന്മാര്, 7 അയലത്ത്. മനസ്സിലായ? അങ്ങനത്തെ പേടിച്ചു തൂറികളാണ് ഈ ഡയലോഗ് പറയണത്. ഞാൻ അവനെ പറ്റി ഒരു രീതിയിലും മോശമായിട്ട് പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവൻ ഇവിടുന്ന് നമ്മള് TVയിൽ ഒരാൾ വന്നാൽ, ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറയാം, TVയിൽ ഒരാൾ വന്നതിന്റെ അന്ന് തൊട്ട് അടുത്ത ദിവസം തൊട്ട് നമ്മൾ അവരെ
നല്ല രീതിയിലാണ് ട്രീറ്റ് ചെയ്യണത്. പഴയ കാര്യങ്ങളൊന്നും ചോദിക്കാറില്ല. ഇവിടെ T47 കളിക്കുന്ന പല പ്ലേയേഴ്സും ഉണ്ട്. അതായത് നെയിലുണ്ട്, ഡെസ്ട്രോ ഉണ്ട്. ഇതുവരെ ഞാൻ ചോദിച്ചിട്ടില്ല ഡെസ്ട്രോയോടും നെയിലിനോടും. അവന്മാര് പറയണം. ഞാൻ ചോദിച്ചിട്ടില്ല, എടാ നിങ്ങൾ പണ്ട് DNS ഇട്ട് മറ്റേ പിങ്ങിട്ട് മറ്റേ കുണ്ണ അടി അടിച്ചില്ലേ, അതെങ്ങനെയാണെന്ന് ഞാൻ ഇതുവരെ ട്രിക്ക് ചോദിച്ചിട്ടില്ല ഇവനോട്. എനിക്കതിന്റെ ആവശ്യമില്ല. മനസ്സിലായി? അത് ഈ അസൻസിയോടും ഞാൻ ചോദിച്ചിട്ടില്ല. അവൻ വന്ന് പറയട്ടെ, അല്ല അവൻ കാണിക്കണം മറ്റേ മൊബൈൽ ഡാറ്റ മറ്റേ ഇതാക്കിയിട്ട് മറ്റേ DNS ഇട്ട് കുണ്ണ ഒരെണ്ണം കോഴിക്കോട് പൊങ്ങിയിട്ട് അടുത്തത് തിരുവനന്തപുരത്ത് പൊങ്ങുന്നത് എങ്ങനെയാണെന്ന് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്കതിന്റെ ആവശ്യം ഉണ്ടായിട്ടില്ല ഇന്നേ വരെ. അപ്പൊ ഇവന്മാരെ എല്ലാം അസൻസിയോ ഇവിടെ വന്നതിന്റെ അന്ന് തൊട്ട് ഞാനൊരു TVA മെമ്പർ ആയിട്ട് തന്നെ ഞാൻ അവനെ കണ്ടിട്ടുള്ളൂ. ഇവിടെ നീല് വരെ അവനോട് പോലും പറഞ്ഞില്ല ഈ അസൻസിയോ ഇവിടുന്ന് പോകുന്ന സമയത്ത്. നീലിനോട് പോലും പറഞ്ഞില്ല. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം, അവന് വേണ്ടി ഒരുപാട് വട്ടം എന്റെ ഇൻബോക്സിൽ സംസാരിച്ചവനവൻ. ഒരുപാട് വട്ടം ഇവ സംസാരിച്ചിട്ടുണ്ട് അസൻസിയോയ്ക്ക് വേണ്ടിയിട്ട്. അണ്ണാ അവൻ വരും, അല്ലെങ്കിൽ ഇന്ന് വരും, നാളെ വരും, അല്ലെങ്കിൽ അത് വരും, ബിസി ആയതുകൊണ്ടായിരിക്കും അണ്ണാ, ഞാൻ പറയാം, അവനോട് സംസാരിക്കാം എന്ന് പറഞ്ഞിട്ട് അസൻസിയോയ്ക്ക് വേണ്ടിയിട്ട് ഇവൻ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് വട്ടം. ഞാൻ പോയിട്ട് നീലിനോടാ ചോദിക്കുന്നേ, എടാ നീല എന്താ സംഭവം, എന്താണ് പരിപാടി, ഇത് എങ്ങനെയാവും എന്നുള്ളൊരു കാര്യം ഞാൻ അവനോടാ ചോദിക്കുന്നത്. ലാസ്റ്റ് നീൽ ഒരു പർട്ടിക്കുലർ സമയം കഴിഞ്ഞപ്പോൾ നീല് തന്നെ എന്നോട് പറഞ്ഞു, അണ്ണാ എനിക്ക് അറിഞ്ഞൂടാ ഇവന്റെ കേസ് എങ്ങനെയാണെന്ന്. എനിക്ക് ഒരു ഡൊണേറ്ററിനെ വെച്ചിട്ട് ഈ അസൻസിയോ എന്ന് പറയണ മാന്യൻ കിക്കിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് പുള്ളിക്ക് മെസ്സേജ് ഒക്കെ അയച്ച് ഡൊണേഷൻ ഒക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് മറ്റേ ഇതൊക്കെ ആക്കിയിട്ട് എല്ലാം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എല്ലാം സെറ്റ് ചെയ്തിട്ട് ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ പോയിട്ടാണ് നമ്മളെ ഈ ആരാധിക്കുന്നത്. ഇതെല്ലാം നമ്മൾ അറിഞ്ഞിട്ടും നമ്മൾ ഇവനെ പറ്റി ഒന്നും മിണ്ടിയില്ല. സത്യമായിട്ടും നമ്മളൊന്നും മിണ്ടിയില്ല. പോട്ടെ, അവൻ പോയി രക്ഷപ്പെടട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു വിട്ടത് അവനെ. എന്നിട്ട് നേരെ പോയിട്ട് നമ്മൾ അറിയണമെന്ന് പറഞ്ഞാൽ ഇതാണ്. ഞാനും ബ്രാവോയോടൊപ്പം കോൺഫറൻസ് കോൾ ഇട്ടിട്ട് ഇവനെ വിളിച്ചിട്ട്, എടാ നീ പറഞ്ഞ സത്യമാണോ, ഇവിടെ പോയിട്ട് നീ ഇങ്ങനെ പറഞ്ഞു നമ്മളെ അടിക്കാൻ ഈസിയാണ്, ഫെയിം കാരണം കുത്താൻ പേടിയാ എന്നുള്ളൊരു കാര്യം പറഞ്ഞു. എന്നിട്ട് ഇവന്മാരെ തിരിച്ചു വന്നിട്ട് ഫ്ലഫിയൊക്കെ ഇതാക്കി ദാമുനെ തിരിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഓക്സിയെയും ബാക്കി കുറച്ച് ആൾക്കാരെയൊക്കെ ഇംപ്രസ് ചെയ്ത് ബാക്കിയൊക്കെ ഇംപ്രസ് ചെയ്തിട്ട് ഇവര് പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ വരണം, 4 സ്ലോട്ടിൽ ആൾക്കാരെ എടുക്കാന്നൊക്കെ പറഞ്ഞ് ഈ പറയണത് പോലെ ഓവന്, ദാമു, ഇങ്ങനെ കുറച്ച് പേരെ, ദാമു വേറെ ആരോ 1-2 പേരോട് ഉണ്ടായിരുന്നു. ഇവർ ഇത്രയും പേരെ എടുക്കാനായിരുന്നു ഇവരുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. പക്ഷേ ഗ്രാജുവലി എന്നോട് ഷെയ്ക്ക് പറഞ്ഞ കാര്യമാണ്, ഈ വില്ലി മാക്സ് ഒക്കെ എവിടുന്ന് വന്നെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. അവനാണ് ഇപ്പൊ റെപ്രസെന്റേറ്റീവ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇല്ലെന്ന് പറയല്ലേ ഷെയ്ക്ക്, ഞാൻ ഇപ്പോഴും പറയുക, ഇല്ലെന്ന് പറയല്ലേ. ഞാൻ നിൽക്കുക, ഒരു മിനിറ്റ്, മൊത്തം ഓഡിയോയുടെ ഡ്യൂറേഷൻ നോക്കട്ടെ ഗൈസ്, ഒരു മിനിറ്റ്. ഞാൻ ഒരു ദിവസം ഇതിനു വേണ്ടിയൊക്കെ നിൽക്കുവേ. 3-19 8 8-3 11 11 27 38 22 50 52 മിനിറ്റ് 47 സെക്കൻഡ് 52 മിനിറ്റ് 47 സെക്കൻഡ് ഞാൻ വെച്ച് സ്ട്രീം ചെയ്യും. അത് ഞാൻ കാണിച്ചു കൊടുക്കുകയും ചെയ്യും, കേൾപ്പിച്ചു കൊടുക്കുകയും ചെയ്യും. മനസ്സിലായോ? ഇത്രയും ടൈം ഉണ്ടായിരുന്നു. ആ കോള് 1 മണിക്കൂർ 36 മിനിറ്റും ഉണ്ടായിരുന്നു. അതിനകത്ത് അത്രയും ഞാൻ ഇതിനകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇവന്മാർ ഇത്രയും പേര് വന്നിട്ട് പറഞ്ഞ് ഞങ്ങൾ 10 പേരുണ്ട്, ഞങ്ങൾക്ക് 10 സ്ലോട്ട് തരണം, പ്ലസ് ദാമു പിക്ക് കോ-ലീഡർ പൊസിഷൻ കൊടുക്കണം. കാരണം അവന് വേറെ അഡ്വാൻറ്റേജ് ഒന്നും വേണ്ട, കോ-ലീഡർ പൊസിഷൻ ഞങ്ങൾക്ക് വേണം. കോ-ലീഡർ പൊസിഷൻ ഇല്ലെങ്കിൽ എന്നെ TV കൊണ്ടുപോയി പണ്ണുവന്നു. അവന് നല്ലപോലെ അറിയാം ഇവൻ ഈ പേടിയുള്ളവനാണെന്ന് പണ്ടുതൊട്ടേ ഞാൻ പറയണതാണ് നിങ്ങളുടെ അടുത്തൊക്കെ. അപ്പൊ നിങ്ങൾ ആർക്കും വിശ്വാസം ഇല്ലായിരുന്നു. അപ്പൊ അവനറിയാം അവനെ ഇവിടെ കൊണ്ടുവന്ന് കക്കൂസ് കഴിയിപ്പിക്കും. അവൻ കേറാൻ പോണ ഗ്യാങ്ങിൽ അവനൊരു ട്രസ്റ്റ് ഉണ്ട്. എന്താ ആ ട്രസ്റ്റ് എന്താണെന്ന് അറിയാവോ? എന്തായാലും ഓൾ ഡൗൺ ആവും, കക്കൂസ് കഴിയേണ്ടി വരുമെന്ന്. അതുകൊണ്ടാണ് അവൻ കോ-ലീഡർ ചോദിച്ചത്. മനസ്സിലായോ? അവനാ ഒരു ട്രസ്റ്റ് ഉണ്ട് നിങ്ങളുടെ ഗൺ പവറിലും നിങ്ങളുടെ ആ ഒരു പെർഫോമൻസിലും ഇതുണ്ട്. എന്നിട്ട് ഇവന്മാരുടെ അടുത്ത് ഞാൻ വേറൊരു കാര്യം പറയാം ഗൈസ്. ഈ നോക്കിയക്ക് കിക്കിന്ന് ഒരു റവന്യൂ കിട്ടിയപ്പം ഈ നോക്കിയ പോയിട്ട്
T47 മെമ്പേഴ്സിന് എടുത്ത് കിക്കിന്ന് എനിക്ക് ഇത്ര കിട്ടി, എനിക്ക് ഒരു ദിവസം ഇത്ര മെമ്പർഷിപ്പിൽ കിട്ടി, ഒരു ദിവസം എനിക്ക് ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് അവൻ്റെ അടുത്ത് പറഞ്ഞു. എന്നിട്ട് ഇവന്മാർ ഇത്രയും പേരുടെ പ്ലാൻ ചെയ്തിട്ട് ഇവന്മാർക്ക് ഒരു മോണിറ്ററി റവന്യൂ ഒരുമിച്ച്, അതായത് ഇപ്പൊ അസൻഷ്യോ ടി.വിയെ മാത്രം കളിക്കുകയാണെങ്കിൽ അസൻഷ്യോക്ക് മാത്രമേ കളിക്കാൻ പറ്റത്തുള്ളൂ, ബാക്കിയുള്ളവന്മാർക്ക് പറ്റത്തില്ല. ഇവന്മാർക്ക് ഒരുമിച്ച് ഒരു സ്ഥലത്ത് റവന്യൂ ഉണ്ടാക്കാനുള്ളൊരു സോഴ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇവന്മാർ ഒരുമിച്ച് അവിടെ കയറാൻ വേണ്ടിയിട്ടുള്ള പ്ലാൻ ആയിരുന്നു. അതായത് ഈ നോക്കിയാണ് അവരുടെ അടുത്ത് പോയി പറഞ്ഞത്, ഇന്നതുപോലെ ഇത്ര എമൗണ്ട് കിട്ടുന്നുണ്ട്, അത് കിട്ടുന്നുണ്ട്, എനിക്ക് ഇതൊക്കെ കിട്ടുന്നുണ്ടാ. ഇവിടെ ഷെയ്ക്കിന് മാത്രമേ വാച്ചിങ് ഉള്ളൂ, വേറെ കോലീഡർക്ക് പോലും വാച്ചിങ് ഇല്ലെന്ന്. മാക്കിനെയൊക്കെ പട്ടി വില പറയാതിരിക്കാൻ വയ്യ. എൻ്റെ അടുത്ത് ഞാൻ വേറൊരു ആരോട് നിങ്ങളുടെ അടുത്ത് പറയാം. ഈ RSS7 കോ-ലീഡർ ആയിട്ടുള്ള മാക്ക് എന്നെ വിളിച്ചിട്ട് പറയുക, ഈഗിള് ദാമു കയറുമെന്ന് ഈഗിൾ എപ്പോഴാണ് അറിഞ്ഞത്? ഞാൻ പറഞ്ഞൊരു 3 ദിവസമായി. അപ്പൊ മാക്ക് എന്നോട് പറയുക, ഞാൻ അറിഞ്ഞത് ഇത് 5 മിനിറ്റ് മുമ്പാ, എനിക്കിതീ കൂടുതലൊന്നും പറയാനില്ലെന്ന്. മനസ്സിലായി? ഇതാണ് ആ ഗ്യാങ്ങിന്റെ ഗതികേട്. നിങ്ങൾ കമ്പയർ ചെയ്യുന്ന സോക്കോൾഡ് ഗ്യാങ്ങിന്റെ ഗതികേട് ഇതാ. ഒരു കോ-ലീഡർ, ഒരു ഗ്യാങ്ങിന്റെ കോ-ലീഡർ എന്നെ വിളിച്ച് പറഞ്ഞൊരു കാര്യമാണ്. എന്നിട്ട് ബാക്കി കൂടെ കേൾക്കണം. എന്നിട്ട് ഇവന്മാര് ഷെയ്ഖ് എന്നോട് പറഞ്ഞ കാര്യമാണ്, ഇവന്മാർക്ക് ഇപ്പം കിക്കിന്റെ റവന്യൂവും കാര്യങ്ങളും ഒക്കെ അറിയാവുന്നത് കൊണ്ട് ഇവന്മാർക്ക് ഇവിടെ വന്ന് സ്ട്രീമൊക്കെ ചെയ്ത് ഇതാക്കാനാ. നാളെ എന്നെ ഊമ്പിച്ചിട്ട് പോകത്തില്ലെന്ന് പറഞ്ഞതിൽ എന്ത് ഉറപ്പുണ്ട്? എന്നിട്ട് നമ്മുടെ അടിച്ച ഡയലോഗ് എന്തെന്ന് പറയണേ, ഈഗിളെ ബ്രാവോ, എൻ്റെ ഒരു ബണ്ടിലുണ്ട്, 10 പേരടങ്ങുന്ന ബണ്ടിൽ. ഈ ബണ്ടിൽ ഞാൻ തിരിച്ചു തരാൻ റെഡിയാണ്. ഈഗിളും ബ്രാവോ ഇതൊന്ന് തിരിച്ചു അതായത് ബണ്ടിലടാ, അവര് 10 പേരായിട്ടേ വരുള്ളൂ, മനസ്സിലായ? ബണ്ടിലിന് തന്നെയാ പറഞ്ഞത്. ആ വാക്കിനെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ നോക്കും, അതുവരെ സ്ട്രീം ചെയ്ത് കാണിക്കും. നമുക്ക് എന്തായാലും ബണ്ടില് വേണ്ട. ടീമിൽ വിൽക്കാനിടാൻ പറയണ പൈസക്ക്. എന്നിട്ട് എന്നോട് പറയുക ഇത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാൻ പറ്റുമെങ്കിൽ തിരിച്ചെടുക്കുക. എനിക്കിപ്പം എൻ്റെ അടുത്ത് എന്നിട്ട് പറയുക, ഞാനിത് ലൈവ് ഇട്ട് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവന്മാരെ ഇറക്കി അവന്മാരുടെ ഫ്യൂച്ചർ കളഞ്ഞതുപോലെ ആയി പോകുന്നു. എന്നിട്ട് ഓൺ ദ വെരി നെക്സ്റ്റ് ഡേ ലൈവ് വന്നിട്ട് നേരെ തിരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി പുള്ളിയെടുത്ത് പറഞ്ഞായിരുന്നു കേട്ടാ, ഈ പറയണത് പോലെ അസൻസിയുടെ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു എന്നുള്ളത്. ഞാൻ പറയാം, അപ്പോഴത്തേക്കിനും വേറെ ബാക്കി KVL ഇറക്കിയ പ്ലേയേഴ്സിനെയൊക്കെ മറന്നു അസൻസിയുടെ കാര്യം മാത്രം എടുത്തിട്ട് നമ്മളിപ്പോ ഇറക്കിയില്ലായിരുന്നെങ്കിലും ഈഗിൾ അസൻസിയോ കിക്ക് ചെയ്യാൻ വേണ്ടി ഇരിക്കുക എന്ന് പറഞ്ഞാൽ അതങ്ങ് പറഞ്ഞ് എൻഡ് ചെയ്യിപ്പിച്ച്. മനസ്സിലായ? ഇതാണ് കറന്റ്ലി നടക്കുന്ന ഒരു സെനാറിയോ. മനസ്സിലായ? ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും പറയുക, ഈ അപ്പുറത്ത് VH നിൽക്കുന്ന കുറെ പേർക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, കുറെ കാര്യങ്ങൾ സംസാരിക്കണം. ഞാൻ അവരോടൊന്നും സംസാരിച്ചിട്ടില്ല. എനിക്ക് പറയാനാണെങ്കിൽ ഇപ്പൊ കറന്റ്ലി RSS7 നിൽക്കുന്ന പ്ലേയേഴ്സിന്റെ കുറച്ച് പേരുടെ എന്നെ പേഴ്സണലി ഫോൺ വിളിച്ച് പറഞ്ഞ അപരാധങ്ങൾ എനിക്ക് പറയാൻ പറ്റും. ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ RSS7 മെമ്പേഴ്സിനോട് ഞാൻ പറയണേ, ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ ആരൊക്കെയാണ് എന്നെ വിളിച്ചതെന്നുള്ളത് നിനക്കൊക്കെ അറിയാം. ആരൊക്കെയാണ് രാത്രി വെള്ളം അടിച്ചിട്ട് എന്നെ വിളിച്ചിട്ട് മറ്റേ ഈ പരിപാടി പറഞ്ഞെന്നുള്ള കാര്യം നിനക്കൊക്കെ അറിയാം. അത് എന്നെ കൊണ്ട് വായിന്ന് പറയിക്കരുത്. അത് ഞാൻ ഇപ്പോഴും പറയുക. ഇവന്മാരൊക്കെ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ ഇത്രയും പറയാനുള്ള കാരണം കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഈ ഇവിടെ നിൽക്കുന്ന ഈ നമ്മുടെ കൂട്ടത്തിനകത്ത് ഇപ്പൊ ജോയിൻ ചെയ്ത ആൾക്കാരെയും സ്നൈപ്പിനെയും ഇറ്റാച്ചിയെയും അതുപോലെ തന്നെ രായന്റെ ഒക്കെ ലൈവിൽ വന്ന് മാസ് കമന്റ് ഇടല. ഇവന്മാരെന്തോ കമ്മ്യൂണിറ്റി റൂൾ ചെയ്യുന്നത് പോലെ. എടാ, നിങ്ങൾ ആകെ 5-10 പേരേ ഉള്ളൂ മൊത്തത്തില്. അതിൽ 8 സ്കൂളിൽ പോകും. 4 മണി തൊട്ട് 5 മണി വരെ, വെളുപ്പിന് 7 മണി തൊട്ട് വൈകുന്നേരം 5 മണി വരെ 6 മണി വരെ അവൈലബിൾ അല്ല. അത് കഴിഞ്ഞ രാത്രിയിലുണ്ടാവും. 10 പേരുള്ളതിൽ 8 പേരും അങ്ങനെ തന്നെയാ. നിങ്ങൾ മാത്രമേ ഇതൊക്കെ വിശ്വസിക്കുള്ളൂ ഗൈസ്. നിങ്ങൾ നിന്ന് ആലോചിച്ച് നോക്കിയേ, പുള്ളിയെക്കാളും വലിയ തള്ളായിരുന്നു ഗോഡ് ഫാദർ. അയ്യോ, എനിക്ക് വയ്യ.
ഞാൻ അന്ന് യുവമാരോട് പറഞ്ഞൊരു കാര്യമാണ്. മറ്റേ ബൂട്ട് ക്യാമ്പ് 50 PC 10 PC ഒരു ബൂട്ട് ക്യാമ്പ് മാനേജ് ചെയ്തിട്ടുള്ള ആള് എനിക്കറിയാതെ എത്ര എക്സ്പെൻസ് ആയിരിക്കുമെന്ന്. മനസ്സിലായ? നിങ്ങളൊന്നും വിചാരിക്കണത് പോലെ അല്ല എക്സ്പെൻസും കാര്യങ്ങളും ഒന്നും. ഒരു ഗ്യാങ്ങിൽ ഇപ്പൊ TVക്കകത്ത് തന്നെ 50 മെമ്പേഴ്സായി. ഇവർ MRC ആയിരുന്ന സമയത്ത് 110 പേരെന്തോ ഉണ്ടായിരുന്നു. അതിൽ 50 പേര് RP പ്ലേയേഴ്സും 50 പേര് PvP എന്ന് പറഞ്ഞുകൊണ്ടിട്ട് അവന്മാരും തല്ലുണ്ട് PvP പ്ലേയേഴ്സും. മനസ്സിലായ? ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിൽ നിൽക്കുന്ന സമയത്ത് ഈ 50 PvP പ്ലേയേഴ്സിനെ കൊണ്ടുവന്ന് 50 PC-യും 50 നെറ്റ് കണക്ഷനും 50 പേർക്കുള്ള ഫുഡും കൊടുത്ത് ബൂട്ട് ക്യാമ്പ് തുടങ്ങുക എന്ന് പറഞ്ഞാൽ പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമേ അല്ല. മനസ്സിലായോ? ഇതൊക്കെ വെറും തെള്ള. അന്നേ ഞാൻ ഇവരോടൊക്കെ പറഞ്ഞ കാര്യമാണ് ഇതൊക്കെ തെള്ളാണെന്ന്. എന്നിട്ട് ഏറ്റവും വലിയ കേസ് എന്ന് പറഞ്ഞാൽ, അതിനേക്കാൾ വലിയ കോമഡി എന്ന് പറഞ്ഞാൽ, ഈ ഓഡിയോക്കകത്ത് ഞാൻ ഈ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കുന്ന ഓഡിയോക്കകത്ത് ഗോഡ് ഫാദറിനെ പറ്റി അവരാധിക്കുന്നത് വരെ ഉണ്ട്. മനസ്സിലായ? ഗോഡ് ഫാദറിനെ പറ്റി അവരാധിക്കുന്നത് വരെ ഉണ്ട്. അതാണ് അതിനേക്കാൾ വലിയ കോമഡി. ഞാൻ വേറെ അതാ സത്യം പറ, സ്ട്രീമിംഗ് യൂണിവേഴ്സിറ്റിന്ന് സ്ട്രീം ചെയ്യുന്ന എങ്ങനെയാന്ന് പഠിപ്പിച്ചു കൊടുക്കാന്ന്. മറ്റേ ആൾക്കാരാ പഠിപ്പിച്ചു കൊടുക്കണം. ആ സ്ട്രീമിംഗ് സ്കൂള് സ്ട്രീം ചെയ്യാൻ ആരെ പഠിപ്പിക്കണ്ട ബ്രോ. OBS എടുത്തിട്ട് ലിങ്കും മറ്റേ ഇതും പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആർക്ക് വേണമെങ്കിൽ സ്ട്രീം ഇടാം. അതിന് സ്കൂളൊന്നും വേണ്ട. അണ്ണാ വേറെ സീൻ ഉണ്ട് അണ്ണാ. ഇത്രയും നാള് ഇത്ര ഇഷ്യൂ ഒക്കെ നടക്കണ കാരണം നമ്മുടെ സൈഡിൽ നിന്നൊക്കെ നമ്മള് ഭയങ്കര, അതായത് കൺട്രോൾ ചെയ്തല്ലോ നമ്മുടെ ലൈവ്. ജസ്റ്റ് ഞാൻ അപ്പുറത്തെ ലൈവ് ഒന്ന് എടുത്തു വെച്ചത് ഒരു TGയുടെ ഒരു അടി എന്തോ കഴിഞ്ഞതാ ഇവരായിട്ട് RC7 മുട്ടൻ തള്ളക്കി വിളി മാത്രമേ ഉള്ളൂ. തന്തയ്ക്ക് പോലും അല്ല വിളി. ഇതൊക്കെയാണ് പരിപാടി. എന്തൊക്കെയാന്നറിയോ പറയണത്. ചാറ്റ് വേറെ, ഞാൻ കണ്ടു മറ്റേ ലൈവ് ഇടുന്ന ആള് വേറെ. ചാറ്റ് വേറെ, ലൈവ് ഇടുന്ന ആളും ഒരേ വിളി. കാണുമ്പോ തന്നെ തൊലി ഒരുക്കി. സത്യം പറയുന്നത് ഇതൊക്കെ വെച്ച് നിങ്ങൾ സ്ട്രീമിംഗ് യൂണിവേഴ്സിറ്റി നടത്തി കഴിഞ്ഞാൽ 2 ദിവസം ഉണ്ടാവും, അടുത്ത ദിവസം ജയിലിൽ കിടക്കും. എന്താടാ സത്യം എന്ത് അപരാധ പറയുന്നത് അറിയാനത്. എടാ അത് ചില്ലറ അവരാതൊന്നും അല്ലടാ സ്നേഹിപ്പ, നീ അത് കേട്ട് നോക്കണം. അത് ഫുള്ള് അമ്മയ്ക്ക്. ഞാൻ വേറെ കാര്യം പറയാം ഗൈസ്. ഇങ്ങനെ നിൽക്കുവാണെങ്കിൽ ഇങ്ങനെ നിൽക്കണം. അതായത് അറ്റ്ലീസ്റ്റ് ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം. ഒരു ആണാണെങ്കിൽ ഒരു സ്റ്റാൻഡ് ഉണ്ടാവണം. അല്ലാണ്ട് ലൈവില് വന്നിട്ട് പറയാ കമ്മ്യൂണിറ്റിയുടെ സേവന പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ട് 1500 രൂപ ഇന്ന് ഞാൻ മാറ്റി വെക്കുക. ഇത് പറയരുത് ദേവിയത്. ഇത് പറയരുത്. കുണ്ണയാണെങ്കിൽ കുണ്ണയാണെന്ന് സമ്മതിക്കണം. മനസ്സിലായ? പിന്നല്ലാതെ ഇതൊക്കെ എവിടുന്ന്? ഇതൊക്കെ ഗോഡ് ഫാദറിൽ നിന്ന് കിട്ടിയതാണ് ബ്രോ. സത്യം പറഞ്ഞ ഇതൊക്കെ ഗോഡ് ഫാദറിന് കിട്ടാ. MRC ചാരിറ്റബിൾ ട്രസ്റ്റ് അതിൽ നിന്നൊക്കെ വന്ന് ഇൻസ്പയർ ആയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഇതൊക്കെ ഡെസ്ട്രോയുടെ അമ്മയ്ക്ക് വിളിച്ച ആരാടാ? എടാ അവിടെ ഞാൻ പറഞ്ഞില്ലടാ, അവിടെ മറ്റേ സ്വന്തം ഐഡന്റിറ്റി റിവീൽ ചെയ്യാൻ പോലില്ല. അതാ ഇപ്പൊ ഒരു കൊച്ചുകൊണ്ടേ ഞാൻ വിളിച്ചതേ ഉള്ളൂ. ഇവന്റെ പേരെന്തായിരുന്നു? ഇവന്റെ പേര് ഇപ്പൊ ഒരുത്തൻ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു, കൊട്ടാ ചട്ടി എന്നൊക്കെ പറഞ്ഞിട്ട്. ഇതാ അവൻ ടൈപ്പിംഗ്. ഞാൻ അവനെ കോൾ വിളിക്കാവേ. അവന്റെ ഒരു RSS ഫാനിന്റെ ധൈര്യം കണ്ടോണേ. ഇപ്പൊ നോക്കി കണ്ടോണേ. ഞാൻ കോൾ വിളിക്കാവേ. കേക്കോ? കേക്കുന്നില്ല? അവൻ ഇപ്പഴും ടൈപ്പിങ്ങാ. അവനെന്താ ടൈപ്പ് ചെയ്തേക്കുന്ന അറിയാവൂടാ? ഒരു essay ഒരു അരമണിക്കൂർ ടൈപ്പ് ചെയ്തേ. ഈ സിറ്റിയിൽ 13 വട്ടം തോറ്റതല്ലേ നിങ്ങൾ? TV അടികൊള്ളികൾ ലോൾ. KVയുടെ മേടിച്ചിട്ടില്ലേ ലോൾ. 4 മന്ത് കൊണ്ടുണ്ടായ MRC വരെ വെറും 4 മന്ത് കൊണ്ട് 24 ഇനിഷ്യൽ വോണായി, 29 പ്രീ വാർ വിൻ പ്ലസ് 19 വാർ വിൻ, വെറും 5 വാർ ലോസ്. ഈ MRC എന്ന് പറയണ ഗ്യാങ്ങിന്റെ 29 വാർവിൻ എന്ന് പറയണതിൽ 25 എണ്ണം BCs തന്നെയാണ്. പാവം പിടിച്ചവന്മാരെ ഓടിച്ചിട്ട് തല്ലി മാസ് കാണിച്ച് 14 സ്ത്രീ കൊണ്ടേ PC മേടിച്ചു തരാന്ന് പറയണ ഓഡിയൻസ്. ഈ കോമഡി ഒന്നും നമ്മളോട് പറയല്ലേ ബ്രോ. കേൾക്കുമ്പോ ചിരി വരുന്നു. സത്യമായിട്ടും ചിരി വരുന്നു.
ഞങ്ങൾക്ക് സത്യം പറഞ്ഞ വിഷമമുണ്ട്. ഞങ്ങളെ ഇതിന് ഞങ്ങൾ എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട ഗതികേട് വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോ. ലോൾ ലോൾ ലോൾ. ഫോൺ പോലും എടുക്കുന്നില്ല. അവൻ ലോളായി പോയി. അവൻ ലോലായി പോയി. ലോൾ നാളെ സ്കൂളിൽ അമ്മ മറ്റേ അടിച്ചെന്ന് അമ്മ അടിച്ചു ഞാൻ പോകുന്നത്. ആളിപ്പോ 2 മാസം മുന്നേ തോന്നുന്നു അവര് ഗ്യാങ് ഒക്കെ പോയത് അറിഞ്ഞില്ല. ഗ്യാങ് പോയാലും ആ ലെഗസി എപ്പോഴും അവിടെ ഉണ്ടെന്ന് വിശ്വസിച്ചിരിക്കുന്ന പയ്യന്മാരെ. ലോൽ 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 ലോൽ. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഇതൊന്നും മനസ്സിലാക്കാതെ നിങ്ങൾ ഈ ഫേക്ക് ഫേസ് ഉള്ള അമ്പികൾ മാത്രം വന്നിരുന്ന് പറയുന്ന സമയത്ത് അത് കേട്ട് പൊട്ടനെ പോലെ വിശ്വസിച്ച് ബാക്കിയുള്ളവരെ തെറി വിളിക്കാൻ നിൽക്കരുത്. പിന്നെ ഇങ്ങനെ വിളിച്ചിറക്കിക്കൊണ്ട് പോകുന്നവന്മാരൊക്കെ നാളെ നീയൊക്കെ നിൽക്കുന്ന സമയത്ത് ഒരു പാവം പിടിച്ച അലക്സ് അവിടെ നിന്ന് ഇറങ്ങിയപ്പോ തന്നെ നിന്റെയൊക്കെ അപരാധം നമ്മൾ കണ്ടതാ. എന്താണെന്ന് നമ്മൾ കണ്ടതാ. നാളെ ഇവന്മാര് ഇപ്പൊ 10 പേര് വന്നിട്ട് കോലീഡറിന്റെ അടുത്തുനിന്നും ദാമുനെ എടുത്ത് മാറ്റുന്നതിന് അന്ന് ഇവനൊക്കെ ഇറങ്ങിപ്പോകുന്നതിന്റെ അന്ന് നീയൊക്കെ വന്നിരുന്ന് പറയാൻ പോണ എന്താണെന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. മനസ്സിലായ?